ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ്. വിളയിക്കാം നൂറുമേനി എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഒരു തൈ നടുന്ന ചിത്രമാണ്. ആ കുട്ടി എന്താ പറയുന്നത്? ആ വലിയ മാവിനെ പോലെ എന്നാണ് എന്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്, അല്ലെ? അപ്പം അവിടെയുള്ള മാമ്പഴം കായ്ച്ചു നിൽക്കുന്ന മാവ് എന്താ പറയുന്നത്? കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളിലെ വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിക്കൂ. ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? ധാരാളം മാമ്പഴം ഉണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണല്ലേ? പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇവ തന്നെയല്ലേ? വേഗം ഫലം ഉണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം തുടങ്ങിയവയൊക്കെ നമ്മൾ ഈ കൃഷിയിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൂട്ടുകാരുമായി ചർച്ച ചെയ്തു ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ സൂര്യപ്രകാശം ലഭ്യമാവണം, മണ്ണ് വളക്കൂറുള്ളതാവണം, അനുയോജ്യമായ കാലാവസ്ഥ വേണം, വളപ്രയോഗവും ജലസേചനവും നടത്തണം, കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കണം. വിത്തുകളും നടീൽ വസ്തുക്കളും. 10 ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിത്ത് നന്നായാൽ 10 ഇരട്ടി ഗുണം ലഭിക്കും എന്നാണ്, അല്ലെ? ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. നമുക്കിവിടെ കയ്പച്ചെടിയുടെ ചിത്രമാണ്. അതിന്റെ ഫലം പഴുത്തു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. പിന്നെ അതിന്റെ വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? എവിടെയാണ് മക്കളെ? ഈ ഫലത്തിനുള്ളിലാണ് വിത്ത് ഉണ്ടാകുന്നത്. ഫലം ഉണ്ടാകുന്നത് ഈ ചെടിയിലും. മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം? നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്ത് എടുക്കുന്ന ചെടി, ഫലം എന്നിവയും ഗുണമേന്മയുള്ളതാവണം. അതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വിത്തെടുക്കുന്ന ചെടി ആരോഗ്യമുള്ളതും കായ്ഫലം കൂടുതലുള്ളതും നല്ല വളർച്ചയുള്ളതുമായിരിക്കണം. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം മധ്യകാലത്തുണ്ടായതും പുഷ്ടിയുള്ളതും മൂപ്പെത്തിയതുമായിരിക്കണം. തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതി, വലുപ്പം എന്നിവ ഉള്ളതും സ്വാഭാവിക ഭാരമുള്ളതും പുറംതൊലിയിൽ കേടില്ലാത്തതുമായിരിക്കണം. ഈ ചെടികൾ ശ്രദ്ധിക്കൂ. വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ട്? ഒന്നാമത്തെ ചെടിയിൽ നോക്കൂ, ഒരു ചെടിയിൽ തന്നെ ധാരാളം പഴങ്ങളുണ്ട്. രണ്ടാമത്തേതിൽ കായ്ഫലം കുറവാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ ചെടിയിൽ നിന്ന് എടുക്കുന്നതാവും ഏറ്റവും അനുയോജ്യം. ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്? ഏകദേശം മധ്യകാലത്ത്. ആദ്യം ഉണ്ടാകുന്ന ഫലവും എടുക്കരുത്, ആ ചെടിയുടെ നാശത്തിന്റെ വക്കിലെത്തുന്ന അപ്പോൾ ഉണ്ടാകുന്ന ഫലവും എടുക്കരുത്. മധ്യകാലത്തായി ഉണ്ടാകുന്ന ഫലം വേണം നമ്മൾ എടുക്കാനായിട്ട്. ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ? അല്ല. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവുമല്ലോ. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ? അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? ഏതാനും പയർ വിത്ത് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കും. പയർവിത്തിന്റെ ആകൃതി, അതിന്റെ ഭാരം, വലിപ്പം, പുറംതോടിന് കേടുണ്ടോ ഇല്ലയോ, ഇതെല്ലാം നോക്കുക. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ കോളങ്ങളിൽ ടിക്കടയാളം രേഖപ്പെടുത്തുക. അപ്പൊ വിത്തെടുക്കുന്ന ചെടി എങ്ങനെയായിരിക്കണം? കായ്ഫലം കുറവുള്ളത്, കായ്ഫലം കൂടുതലുള്ളത്, ആരോഗ്യമുള്ള ചെടി, രോഗബാധയുള്ളത്, വളർച്ച മുരടിച്ചത്. കായ്ഫലം കൂടുതലുള്ളതും ആരോഗ്യമുള്ള ചെടിയിൽ നിന്നും വേണം നമ്മൾ വിത്തെടുക്കാൻ. പിന്നെ വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെ ഉണ്ടാവണം? ആദ്യമുണ്ടായ ഫലം, അവസാന കാലത്തുണ്ടായ ഫലം, മധ്യകാലത്തുണ്ടായ ഫലം, മൂപ്പെത്തിയത്, മൂപ്പെത്താത്തത്. ഇതിൽ മധ്യകാലത്തുണ്ടായ ഫലവും മൂപ്പെത്തിയ ഫലവുമാണ് എടുക്കേണ്ടത്. പിന്നെ തിരഞ്ഞെടുക്കുന്ന വിത്ത് എങ്ങനെയാണ്? സ്വാഭാവികമായ ആകൃതിയുള്ളത്, സ്വാഭാവികമായ ഭാരമുള്ളത്, പുറന്തോടിൽ കേടുള്ളത്, ഭാരം കുറഞ്ഞത്, സ്വാഭാവിക വലുപ്പമുള്ളത്. സ്വാഭാവികമായ ആകൃതിയുള്ളതും സ്വാഭാവികമായ ഭാരമുള്ളതും സ്വാഭാവികമായ വലുപ്പമുള്ളതുമായ വിത്തുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം.
വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? അല്ല. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവയുടെ ഏത് ഭാഗത്തു നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നതെന്ന് എഴുതുക. നമുക്കവിടെ കറിവേപ്പിന്റെയും ഇഞ്ചിയുടെയും ഇലമുളച്ചിയുടെയും കുരുമുളകിന്റെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ കറിവേപ്പിന് വേരിൽ നിന്നാണ് തൈകൾ ഉണ്ടാകുന്നത്, ഇഞ്ചിക്ക് ഭൂകാണ്ഡത്തിൽ നിന്ന്, ഇലമുളച്ചി ഇലയിൽ നിന്ന്, കുരുമുളക് തണ്ടിൽ നിന്ന്. അപ്പൊ വിത്തല്ലാത്ത മറ്റ് സസ്യഭാഗങ്ങളിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? വിത്ത് മുളപ്പിച്ചു മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. ഇനി എന്താണ് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും എന്ന് നോക്കാം. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ആലോചിക്കുക, കായിക പ്രജനനത്തിന് വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. അതുകൊണ്ട് വിത്ത് മുളച്ച് തൈകൾ ഉണ്ടാകുന്നതിനെ നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നു. അപ്പൊ ലൈംഗിക പ്രത്യുൽപാദനം പറയുമ്പോൾ വിത്തിൽ നിന്നുണ്ടാകുന്നത് മാത്രമാണ്. ബാക്കി ചെടിയുടെ ഭാഗങ്ങളിൽ നിന്നുള്ളതൊക്കെ കായിക പ്രജനനമാണ്. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കായിക പ്രജനനത്തിന് ഓരോന്ന് നമുക്ക് അവിടെ എല്ലാത്തിനും ഓരോന്ന് അവിടെ തന്നിട്ടുണ്ട്. കായിക പ്രജനനത്തിന്റെ അതാദ്യം നോക്കാം. അതിൽ വേര് വഴിയുള്ളതാണ് ശീമപ്ലാവ്, കറിവേപ്പ്, വേപ്പ് തുടങ്ങിയവ. കാണ്ഡം വഴി അതായത് തണ്ട് വഴി ഉണ്ടാകുന്നതാണ് മുരിങ്ങ, ചെമ്പരത്തി, മരച്ചീനി തുടങ്ങിയവ. ഇല വഴി ഉണ്ടാവുന്നതാണ് ഇലമുളച്ചി, ബിഗോണിയ, നിലപ്പന തുടങ്ങിയിട്ടുള്ളവ. ഭൂകാണ്ഡം വഴി ഉണ്ടാവുന്നതാണ് കാച്ചിൽ, വാഴ, മഞ്ഞൾ തുടങ്ങിയവയൊക്കെ. ഇനി ലൈംഗിക പ്രത്യുൽപാദനം വഴി അഥവാ വിത്ത് വഴി ഉണ്ടാവുന്നതാണ് മുരിങ്ങ, പയർ, നെല്ല് തുടങ്ങിയവയൊക്കെ. മുരിങ്ങ ഇലയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ചു നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താം. അതായത് വിത്ത് വഴിയും പിന്നെ കായിക പ്രജനനമായിട്ടുള്ള ഇല, തണ്ട്, ഭൂകാണ്ഡം തുടങ്ങിയിട്ടുള്ളവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ രണ്ട് രീതിക്കും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ശീമക്കൊന്ന. അതുപോലെ തന്നെയാണ് കറിവേപ്പ്, മുരിങ്ങ, അരിപ്പൂവ്, നാലുമണിപ്പൂവ്, മൈലാഞ്ചി, കനകാംബരം തുടങ്ങിയവയൊക്കെ രണ്ട് രീതിക്കും ഉണ്ടാക്കിയെടുക്കുന്നവയാണ്. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കൂ. ഒരു കുട്ടി പറയുന്നു നോക്കൂ, ഹായ്, നന്നായി പഴുത്ത വലിയ പേരയ്ക്ക, നടാനായി അതിന്റെ ഒരു കമ്പ് എനിക്ക് തരാമോ? മറ്റു കുട്ടി എന്താ പറയുന്നത്, കമ്പും പേരയ്ക്കയും തരാം, പക്ഷെ പേരയുടെ കമ്പ് മുളയ്ക്കുമോ? വിത്ത് മുളച്ച് മരമായി കായുണ്ടാവാൻ കുറെ വർഷമെടുക്കില്ലേ? ഈ പേരയുടെ എല്ലാ ഗുണങ്ങളുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്തു ചെയ്യാം? ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിലോ അതിന് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെയാണല്ലേ ഉണ്ടാവുക? തീർച്ചയായിട്ടും അല്ലെ. ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ ചെയ്താൽ പേരമരം വളർന്ന് വേഗം കായ്ക്കില്ലേ? നമുക്കത് ചെയ്തു നോക്കാം. അത്തരത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് പതിവെക്കൽ എന്നാണ്. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ പതിവെക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയാണ് നമ്മൾ പതിവെക്കൽ എന്ന് പറയുന്നത്. പേരയിൽ പതിവെക്കുന്നതിന്റെ ഘട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഘട്ടം 1, മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുമുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക്, അതായത് 2 നോട്ട്സ് ഉണ്ടാവില്ലേ, അതിനിടയിലുള്ള ഇങ്ങനെ വര കട്ടിങ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാം. അതിനിടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. രണ്ടാമത്തെ ഘട്ടത്തിലോ ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത് മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം. മൂന്നാം ഘട്ടത്തിൽ 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും.
വേരുമുളച്ച കമ്പ് പതിവെച്ചതിനു താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പൊ പതിവെക്കൽ എന്താണെന്ന് നമുക്ക് അവിടെ ചെറിയൊരു ഇതിൽ തന്നിട്ടുണ്ട്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേരുമുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ. നാഗപതിവെക്കലാണ് അടുത്ത രീതി. അതെന്താണ്? കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവെക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇപ്പൊ വിവിധ രീതികളിൽ പതിവെക്കുന്ന സസ്യങ്ങൾ നോക്കൂ. വായുവിൽ പതിവെക്കൽ, അതായത് സസ്യത്തിൽ തന്നെ നമ്മൾ പേരയിൽ കണ്ടതുപോലെ സസ്യത്തിന്റെ ഒരു തണ്ടിൽ തന്നെ പതിവെക്കുന്ന രീതി, ആ രീതിക്കുള്ള ചെടികളാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം തുടങ്ങിയവയ്ക്ക്. നാഗപതിവെക്കൽ എന്ന് വെച്ചാൽ നമ്മൾ മണ്ണിനടിയിലേക്ക് ശാഖകൾ കൊണ്ടുപോയി അത് മണ്ണിട്ട് മൂടി ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിവെക്കുന്ന രീതിയാണ് നാഗപതിവെക്കൽ. അതിന് ഉദാഹരണങ്ങളാണ് ബോഗൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില തുടങ്ങിയിട്ടുള്ളവയൊക്കെ. പതിവെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ ശ്രദ്ധിക്കൂ. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലുപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ശാസ്ത്രപുസ്തകത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തു. ഗുണങ്ങൾ: മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ദോഷങ്ങൾ: ചെടിയുടെ വലുപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇനി അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിരിക്കുന്ന നോക്കൂ. വേര് മുളപ്പിക്കൽ ഇങ്ങനെയും: തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേരുമുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അടുത്ത രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ. ചിത്രം നോക്കൂ. ഈ മാവിന്റെ ഒരു തൈ വേണം. അത് പതിവെക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ? മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. വിത്ത് നട്ടാലോ? മാങ്ങ ഉണ്ടാവാൻ കുറെ വർഷങ്ങൾ കഴിയുകയും ചെയ്യും. അതിന് ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളോടു കൂടിയ ഒരു തൈ ഉണ്ടാക്കുന്നത് എങ്ങനെ? നമുക്കത് പരിശോധിക്കാം. രണ്ടിനം മാവുകളുടെ സവിശേഷതകൾ നമുക്ക് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. പട്ടിക വിശകലനം ചെയ്യൂ. അതിൽ ആദ്യത്തേത് നോക്കൂ. നാടൻ മാവാണ്. നാടൻ മാവിന്റെ പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. താരതമ്യേന ചെറിയ മാങ്ങയാണ്. പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. രണ്ടാമത്തേത് നീലം മാങ്ങയാണ്. വലിയ മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്. നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. നല്ല പരിചരണം വേണം. ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? രണ്ടാമത്തേത് അല്ലെ. നീലമാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് പരിചരണം അധികം ആവശ്യമില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ മണ്ണിൽ നന്നായിട്ട് വളരും. ഇത് രണ്ടും അതിന്റെ മേന്മകളാണ്. നീലം മാവിന്റെ ഒരു കമ്പ് നാടൻ മാവിന്റെ തൈയിൽ വച്ചു പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും? നമ്മുടെ മണ്ണിൽ നന്നായി വളരും. നീലം മാവിന്റെ മാങ്ങ ലഭിക്കും. അതുപോലെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. കുറഞ്ഞ പരിചരണം മതിയാവും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത്. കമ്പൊട്ടിക്കാം. നമുക്കവിടെ റൂട്ട് സ്റ്റോക്കിന്റെയും സയണിന്റെയും ഒക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോടുകൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൻ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയനായി തിരഞ്ഞെടുക്കേണ്ടത്. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്തു നിന്ന് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിന്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചരിച്ച് ചെത്തണം. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൻ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. എന്താണ് നമ്മളിപ്പോ പഠിച്ച ഈ കമ്പൊട്ടിക്കൽ രീതി എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്നും പറയുന്നു. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. കുറഞ്ഞ പരിചരണം മതിയാകും.
നമ്മുടെ മണ്ണിൽ നന്നായി വളരും. കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ തൈ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാവാം? നമ്മൾ എടുത്ത സയണ് കമ്പ് ഉണ്ടല്ലോ, സയനായിട്ട് എടുത്ത ആ കമ്പ് വളരെയധികം പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. സയനായി എടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാവാൻ കൂടുതൽ കാലം വേണ്ടിവരും. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണങ്ങൾ നിരീക്ഷിക്കൂ. കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളർന്നു വരുന്ന മുകുളം കണ്ടില്ലേ? ഈ മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കുമോ? ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. തീർച്ചയായും ഈ മുകുളം മുറിച്ചു മാറ്റണം. കാരണം ഇത് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വരുന്ന മുളയാണ്. ഇത് വളരാൻ അനുവദിച്ചാൽ സയണിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കുകയും ചെയ്യും. മൂവാണ്ടൻ മാവിൽ നീലം മാവിന്റെ കമ്പൊട്ടിക്കുന്ന കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. മൂവാണ്ടൻ മാവിന്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പെത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിന്റെ തൈ തന്നെ സയൺ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ? ഇല്ല അല്ലെ? പുതിയതായിട്ട് നേട്ടമൊന്നും ഉണ്ടാകില്ല. രണ്ടിനും ഒരേ ഗുണമേന്മ തന്നെയായിരിക്കും. ഇവിടെ സയനായി എടുക്കുന്ന മാവിൻ കമ്പിന് മാതൃസസ്യത്തിന്റെ പ്രായമുണ്ടാകില്ലേ? വേഗം ഫലം തരാൻ ഇത് സഹായിക്കില്ലേ? അതൊരു മെച്ചപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് കായ്ഫലം പെട്ടെന്ന് തരും എന്നത് മാത്രമാണ് അതിനുണ്ടാവുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു തൈ ഉണ്ടാക്കണം. ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായും ഏത് സയനായും തിരഞ്ഞെടുക്കും. ഇതിനുള്ള കാരണം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. റൂട്ട് സ്റ്റോക്കായി ഗോമാവ് എടുക്കാം, കാരണം നല്ല പ്രതിരോധ ശേഷിയുള്ള നാടൻ മാവിൻ തൈകളാണ് ഇത്. സയണായി മൽഗോവ് എടുക്കാം, കാരണം ഉയർന്ന വിളവും ഗുണമേന്മയുമുള്ള ഇനങ്ങളാണ് ഇവ തരുന്നത്. അടുത്തത് മുകുളമൊട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ്. കമ്പിന് പകരം മുകുളം എടുത്താലോ? നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? ബഡ് തൈകളുടെ പരസ്യം നോക്കൂ. നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ബഡ് തൈകൾ തയ്യാറാക്കുന്നത്? ഇപ്പൊ മികച്ച തൈകൾ മിതമായ വിലയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, കൂടുതൽ ഉൽപാദനം, കട്ടിയുള്ള പാലെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നഴ്സറികളിൽ കാണാം അല്ലെ ഇത്തരത്തിലുള്ള സസ്യങ്ങള്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ ഇതിനെ നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ ഉൽപാദനമാണ്. പിന്നെ ഉയർന്ന ഗുണമേന്മ, വേഗത്തിലുള്ള വിളവെടുപ്പ്. ഇനി നമ്മോട് ബഡ് തൈകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ, അതായത് മാതൃസസ്യത്തിന്റെ മുകുളം ശ്രദ്ധാപൂർവം മുറിച്ചെടുക്കുന്നു. ഇത് മറ്റൊരു റബ്ബർ തൈയുടെ, അതായത് റൂട്ട് സ്റ്റോക്കിന്റെ തൊലിയിൽ ടി ആകൃതിയിൽ കീറി അതിനുള്ളിലേക്ക് ഇറക്കി വെക്കുന്നു. മുകുളം ഒഴികെയുള്ള ഭാഗം പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് വായു കടക്കാത്ത രീതിയിൽ കെട്ടുന്നു. മുകുളം വളർന്നു തുടങ്ങുമ്പോൾ റൂട്ട് സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുന്നു. ഇവിടെ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിന്റെ മുകുളമാണ് സയണായി എടുക്കുന്നത്. ഇത് സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു. മുകുളം ഒട്ടിക്കൽ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗുണമേന്മയുള്ള ഒരു മാതൃസസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഈ രീതിയിൽ നമുക്കൊരു പ്ലാവിൻ തൈ ഉൽപ്പാദിപ്പിച്ചാലോ? മുകുളം ഒട്ടിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഘട്ടം 1, നല്ല ഇനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് സയൻ. ഘട്ടം 2, ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന്, അതായത് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആ പ്ലാവിൻ തൈയിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തി മാറ്റുക. ഘട്ടം 3, റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഘട്ടം 4, മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിനു ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലാക്കിയില്ലേ? ഇതുപോലെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്ത് ജൈവ വൈവിധ്യോദ്യാനത്തിൽ നട്ടുവളർത്തു. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പല നിറത്തിലുള്ള റോസ് പൂക്കൾ തന്നെ ഒറ്റ ചെടിയിൽ നമുക്ക് അങ്ങനെ അതുപോലെ ഉണ്ടാക്കി നോക്കാം. മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതികളാണ് നാം പരിചയപ്പെട്ടത്. മികച്ച വിത്ത് എങ്ങനെ ഉണ്ടാക്കും? താഴെ കൊടുത്തിരിക്കുന്ന മുളക് ചെടികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒന്നാമത്തെ ഇനവും രണ്ടാമത്തെ ഇനവും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓരോന്നിനും എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഒന്നാമത്തെ ഇനത്തിൽ മുളകിന് നല്ല വലിപ്പമുണ്ട്, പക്ഷെ മുളകുകളുടെ എണ്ണം കുറവാണ് അല്ലെ. രണ്ടാമത്തെ ഇനത്തിൽ ധാരാളം മുളകുകൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ വലുപ്പം കുറവാണ്. ഈ രണ്ടിനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. കായ്ഫലം കൂടുതലായിരിക്കും, നല്ല വലുപ്പം ഉണ്ടായിരിക്കും. ഇത്തരത്തിലൊരു തൈ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട രീതികൾ അനുയോജ്യമാണോ? അല്ല. രണ്ട് ചെടികളുടെയും നല്ല ഗുണങ്ങൾ അടങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചാലോ? പരാഗണം വഴിയാണല്ലോ വിത്തുണ്ടാകുന്നത്.
വിവിധ പരാഗണ രീതികൾ നിങ്ങൾക്കറിയാമല്ലോ. മത്തൻ ചെടിയിലെ പരാഗണം ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന്റെയാണ് കേട്ടോ. സ്വപരാഗണവും പരപരാഗണവും ഇവിടെ തന്നിട്ടുണ്ട്. സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ട്? പരപരാഗണത്തിലാണ് രണ്ട് സസ്യങ്ങളുടെ ഗുണങ്ങൾ കൂടിച്ചേരുന്നത്. കാരണം ഇതിൽ ഒരു സസ്യത്തിലെ പൂമ്പൊടി മറ്റൊരു സസ്യത്തിലെ പൂവിന്റെ സ്റ്റിഗ്മയിൽ പതിക്കുന്നു. ഇതിലൂടെ രണ്ട് വ്യത്യസ്ത സസ്യങ്ങളുടെ ജനിതക ഗുണങ്ങൾ കൂടിച്ചേരാൻ അവസരമൊരുക്കുന്നു. അപ്പൊ പരപരാഗണമാണ് കേട്ടോ. രണ്ട് മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ ഏതു തരം പരാഗണമാണ് ചെയ്യേണ്ടത്? പരപരാഗണമാണ്. പ്രാണികൾ വഴി പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത മുളക് ചെടികൾ തമ്മിലാണ് പരാഗണം നടന്നത് എന്നുറപ്പിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല അല്ലെ. അങ്ങനെയല്ലെങ്കിൽ കൃത്രിമമായി പരാഗണം അഥവാ പരപരാഗണം നടത്താൻ കഴിയുമോ? കഴിയും. ഇത്തരം കൃത്രിമത്തിൽ പരാഗണം നടത്തുന്നതിനെ നമ്മൾ കൃത്രിമ പരാഗണം എന്നാണ് പറയുന്നത്. താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ പരിശോധിക്കൂ. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞുകെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ഇത്തരത്തിൽ ബ്രഷിൽ ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞുകെട്ടുന്നു. ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കോളങ്ങളിൽ ടിക്കടയാളം ചേർക്കൂ. കാരണം ചർച്ച ചെയ്യൂ. പൂവ് വിരിഞ്ഞ ഉടൻ, പൂവ് നന്നായി വിരിഞ്ഞ ശേഷം, പൂവ് വാടാൻ തുടങ്ങുമ്പോൾ. പൂവ് നന്നായി വിരിഞ്ഞ ശേഷമാണ്. കാരണം ആ പൂവ് നന്നായി വിരിയുമ്പോഴാണ് അതിലെ സ്ത്രീ ജനനേന്ദ്രിയമായ നമ്മുടെ സ്റ്റിഗ്മ പരാഗരേണുക്കളെ സ്വീകരിക്കാൻ പാകമാവുന്നത്. സ്റ്റിഗ്മ പാകമാകുന്ന സമയത്ത് പരാഗണം നടത്തിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ബീജസങ്കലനം നടക്കുകയുള്ളൂ. ഇനി എന്താണ് വർഗസങ്കരണം എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. അപ്പൊ നമുക്ക് മാർക്കറ്റിലൊക്കെ സങ്കര ഇനം വിത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിത്തുകൾ ലഭ്യമാണല്ലേ. അപ്പൊ എന്താണ് സങ്കര ഇനം വിത്തുകൾ, എങ്ങനെയാണ് സങ്കര ഇനം വിത്തുകൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ചില സങ്കര ഇനം വിത്തുകളെ നമുക്കിനി പരിചയപ്പെടാം. മുളകിന്റെ സങ്കര ഇനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി തുടങ്ങിയവ. പയറിന്റേത് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. അതിൽ നമുക്ക് ചന്ദ്രലക്ഷയുടെയും ഭാഗ്യലക്ഷ്മി പയറിന്റെയും ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. കായ്ഫലം കണ്ടാൽ തന്നെ അറിയാം അല്ലെ. സങ്കരയിനം നോക്കൂ, ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. വർഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു. ഇനി നമുക്ക് ചില കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ പരിചയപ്പെടാം. കേരള കാർഷിക സർവകലാശാല KAU മണ്ണുത്തി, തൃശ്ശൂര്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. മൂന്നാമതായി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. നാലാമത്തേത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇവിടെ CPCRI കാസർഗോഡുള്ള കേന്ദ്ര തോട്ടവിളയുടെ ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ടോ? കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര സംഘടിപ്പിക്കൂ. ശേഖരിച്ച വിവരങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ കാർഷിക ഗവേഷണ കേന്ദ്രം ഉള്ള സ്ഥലമാണെങ്കിൽ അവിടേക്ക്, അല്ല എന്നുണ്ടെങ്കിൽ നഴ്സറികളിലേക്ക്, അതായത് നമ്മുടെ പൂക്കളും ചെടികളും പിന്നെ പഴവർഗ്ഗങ്ങളും മരങ്ങളും എല്ലാം കിട്ടുന്ന നഴ്സറികൾ ഉണ്ടല്ലോ, ആ നഴ്സറികളിലേക്ക് യാത്ര പോവുക. അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തിരികെ വരിക. ഓക്കെ. വിത്തും വിളവും. കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കൂ. ഇത് സൽകീർത്തി ഇനമാണ്. നിറയെ കായ്കൾ ഉണ്ടോ?
ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷെ വിളവ് കുറഞ്ഞു പോയി. 2 ഇനം വെണ്ടയുടെ ചിത്രങ്ങളാണല്ലേ തന്നിട്ടുള്ളത്. രണ്ടുപേരും നട്ടത് ഒരേ ഇനം വെണ്ട തന്നെയാണല്ലോ. എന്നിട്ടും ഒരാൾക്ക് ഉൽപാദനം കുറയാൻ കാരണം എന്താവും? മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. വളക്കൂറുള്ള മണ്ണാവണം, കീടനിയന്ത്രണം ഏർപ്പെടുത്തണം, അതുപോലെ കളനിയന്ത്രണം ഏർപ്പെടുത്തണം, ശരിയായ കാലാവസ്ഥയാവണം, ശരിയായ വളപ്രയോഗം വേണം, നല്ല ജലസേചനം ഉറപ്പാക്കണം. ഇനി നമുക്ക് ആദ്യത്തെ ഘടകമായ വളക്കൂറുള്ള മണ്ണിനെ കുറിച്ച് നമുക്ക് നോക്കാം. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ. നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? പ്രദേശത്തെ കർഷകരുമായി അഭിമുഖം നടത്തി ലിസ്റ്റ് ചെയ്യൂ. ചാണകം, യൂറിയ, കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, മീൻവളം, മണ്ണിര കമ്പോസ്റ്റ്, പച്ചില വളം, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വളപ്രയോഗങ്ങളാണ്. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്നിവ പരിശോധിച്ച് വളങ്ങളെ ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പൊ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ യൂറിയ ഉണ്ട്, കമ്പോസ്റ്റ് വളം, NPK വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം തുടങ്ങിയവയുണ്ട്. ജൈവവളങ്ങളിൽ വരുന്നത് ചാണകം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, കമ്പോസ്റ്റ് വളം, പച്ചില വളം, മീൻ വളം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി തുടങ്ങിയവയാണ്. രാസവളങ്ങളിൽ വരുന്നത് യൂറിയ, NPK വളങ്ങൾ, അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ് തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് രാസവളങ്ങളിൽ ഉൾപ്പെടുത്താം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്ക് കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളുടെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. മാക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പട്ടിക അപഗ്രഥിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ആദ്യം നമുക്ക് ജൈവവളങ്ങളുടേത് നോക്കാം. ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നവയാണ്. ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ വേണ്ടിവരും. രാസവളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊടുത്താൽ മതി. ജൈവവളങ്ങൾ മണ്ണിന് ദോഷകരമല്ല. രാസവളങ്ങൾ അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. ജൈവവളങ്ങൾ ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങളാണെങ്കിൽ ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ജീവാണുവളങ്ങൾ? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കീടനിയന്ത്രണം കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണല്ലോ വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ. എങ്ങനെയാണ് കീടബാധ നിയന്ത്രിക്കുക? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. ആദ്യത്തെ ആൾ പറയുന്നത് നോക്കൂ. ഞാൻ നന്നായി കീടനാശിനി തളിക്കും, ഒറ്റ പ്രാണിയുമില്ല. രണ്ടാമത്തെ ആള്, ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി. മൂന്നാമത്തെ ആളോ, വിളക്ക് കെണി വെച്ചും പ്രാണികളെ നശിപ്പിക്കാം കേട്ടോ. പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കുമെന്ന് തവള പറയുന്നു. ഓരോരുത്തരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള വിവിധ മാർഗങ്ങൾ എഴുതൂ. വ്യത്യസ്ത തരത്തിലുള്ള കീടനിയന്ത്രണ മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ജൈവ നിയന്ത്രണമാണ്. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓണ്ട്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. രണ്ടാമത്തേത് യാന്ത്രിക നിയന്ത്രണമാണ്. ചിലയിനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം നമുക്ക് പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്.
ഇനി കീടനാശിനികൾ തന്നെ പല വിധത്തിലുണ്ട്. കീടനാശിനികൾ രണ്ട് തരമുണ്ട്, രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. ആദ്യത്തേത് രാസകീടനാശിനികളാണ്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികൾ എന്നാലോ രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൾഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമുക്കൊരു ജൈവ കീടനാശിനി നിർമ്മിച്ചാലോ? ആദ്യത്തേത് നോക്കൂ, പുകയില കഷായമാണ്. 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. നല്ല വിളവ് ലഭിക്കാൻ കളകളെയും നിയന്ത്രിക്കേണ്ടതില്ലേ? കളകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? ഒന്നാമത്തേത് കളനാശിനി പ്രയോഗിക്കൽ. അതുപോലെ തന്നെ കൈകൊണ്ട് പറിച്ചു മാറ്റാം, പിന്നെ വെട്ടി മാറ്റാം, അല്ലെ? വലിയ കളകളൊക്കെ ആണെങ്കിൽ വെട്ടി മാറ്റാം. ഇനി നിർമ്മിത ബുദ്ധിയും കൃഷിയും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വായനയ്ക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിന്റെ നേട്ടം. അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥയ്ക്കിണങ്ങിയ വിളകൾ വേണം കൃഷി ചെയ്യാൻ. മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായ വിവിധ ഘടകങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അവയൊക്കെ പരിഗണിക്കുമല്ലോ. ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുന്നത് നോക്കൂ, എനിക്കും നല്ലൊരു കർഷകനാവണം. ഞാൻ എവിടെ കൃഷി ചെയ്യും? വീട്ടിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ്, അതായത് നമ്മുടെ ടെറസിന് മുകളില്, സ്കൂളിലെ പച്ചക്കറിത്തോട്ടം, സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം, ഇതെല്ലാം നമുക്ക് എന്താണ് കുറഞ്ഞ സ്ഥലത്ത് മികച്ച രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള ഉദാഹരണങ്ങളാണ്. സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയത്? ഈ രീതികളിൽ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കി നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം വിപുലീകരിക്കുമല്ലോ. ഇതിനായി നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും വേണം. എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കൂ. എന്റെ ഹരിത ഡയറി, നിങ്ങളുടെ പേരും ക്ലാസ്സും എഴുതുക. പിന്നെ അതുപോലെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച തൈകൾ ഏതൊക്കെയാണ്, ഉൽപ്പാദിപ്പിച്ച രീതി എന്താണ്, അതായത് പല രീതികൾ നമ്മൾ പഠിപ്പിച്ചല്ലോ. ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ പഠിച്ചല്ലോ. അതായത് നമ്മുടെ പതിവെക്കലും പിന്നെ അതുപോലെ മുകുളം ഒട്ടിക്കലും കമ്പൊട്ടിക്കലും ഒക്കെ പഠിച്ചല്ലോ. അതിൽ ഏത് രീതിയാണ് അവലംബിച്ചതെന്ന് എഴുതുക. വളർച്ചാ ഘട്ടങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെ, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എങ്ങനെ, നവംബർ മുതൽ ഡിസംബർ വരെ എങ്ങനെ തുടങ്ങിയിട്ടുള്ളവയ്ക്ക് എഴുതി കൊടുക്കുക. മറ്റു കാർഷിക സംരംഭങ്ങൾ, സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് മാത്രമാണോ കൃഷി? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് വിവിധ കാർഷിക മേഖലകൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇതുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിലൊരു ക്വിസ് സംഘടിപ്പിക്കൂ. നോക്കൂ മക്കളെ, പുഷ്പം അതായത് പൂക്കൾ വളർത്തുന്ന കൃഷിയാണ് ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തുന്നത് എപ്പികൾച്ചർ. മുയൽ വളർത്തുന്നത് ക്യൂണികൾച്ചർ. പിന്നെ അതുപോലെ കൂണ് വളർത്തുന്നത് മഷ്റൂം കൾച്ചർ. കോഴികളെ വളർത്തി കൃഷി ചെയ്യുന്നതിന് പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നു. കന്നുകാലി വളർത്തുന്നതിനെ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നു. മത്സ്യകൃഷിയെ പിസി കൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽപ്പുഴു വളർത്തലിനെ സെറി കൾച്ചർ എന്ന് പറയുന്നു. വിവിധ കാർഷിക സംരംഭങ്ങളും മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതികളും കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവിധ കാർഷിക മേഖലകളും മനസ്സിലാക്കിയല്ലോ. കൃഷിയെയും കർഷകരെയും സ്നേഹിച്ച് ആധുനിക കൃഷിരീതികളോടൊപ്പം നമുക്ക് മുന്നേറാം. പാഠഭാഗം ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. നമുക്ക് ഇതിലെ വിലയിരുത്താം ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. വീടുകളിൽ നിർമ്മിക്കാം, കൂടുതൽ അളവിൽ വേണം, മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു, നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഇതിൽ ഓപ്ഷൻ സി, മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. ചോദ്യം 2, താഴെ തന്നിരിക്കുന്നവ ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കും. നമുക്ക് തന്നിട്ടുള്ളത് എ എപ്പികൾച്ചർ, ബി ക്യൂണികൾച്ചർ, സി സെറികൾച്ചർ, ഡി പിസികൾച്ചർ. മത്സ്യം വളർത്തൽ, പട്ടുനൂൽപ്പുഴു വളർത്തൽ, തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ. ഇതിൽ എപ്പികൾച്ചർ എന്നാൽ തേനീച്ച വളർത്തലാണ്, ക്യൂണികൾച്ചർ മുയൽ വളർത്തൽ, സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ, പിസികൾച്ചർ മത്സ്യം വളർത്തൽ. ചോദ്യം 3, പതിവെക്കലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചോദ്യം എ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവെക്കൽ രീതിയുടെ പേര് എന്താണ്? ഈ ചിത്രം നോക്കൂ മക്കളെ, ഇത് മണ്ണിലൂടെ വളർന്ന അതിന്റെ ഒരു ഭാഗത്ത് വേര് പിടിച്ച് അവിടെ നിന്ന് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലെ. ഇത്തരം പതിവെക്കലിനെ നമ്മൾ നാഗപതിവെക്കൽ എന്നാണ് പറയാ. ചോദ്യം ബി, ഈ രീതിയിൽ പതിവെക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ച എ ബി സി എന്നീ സ്ഥാനങ്ങളിൽ എവിടെയാണ് മുറിക്കേണ്ടത്?
നോക്കൂ, എ എന്ന് പറയുന്നത് നമ്മുടെ മാതൃസസ്യമാണ്. ബി എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് പുതിയ വേര് പിടിച്ചിരിക്കുന്ന ആ സസ്യത്തിന്റെ ഭാഗം. സി എന്ന് പറയുന്നത് വേരിൽ നിന്ന് പുതിയ ചെടി വന്നിരിക്കുന്ന ആ ഭാഗം. ആ ചെടിയാണ് എന്താണ്, ആ ചെടിയാണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ വേര് പിടിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ, ബി എന്ന ഭാഗമാണ് മുറിച്ച് പുതിയ തൈയായി നടേണ്ടത്. ചോദ്യം 4, ചിത്രം ശ്രദ്ധിക്കൂ. എ ബി എന്നിവയിൽ സയൻ, സ്റ്റോക്ക് എന്നിവ ഏതാണ്? എ ആണ് സയൻ, ബി ആണ് സ്റ്റോക്ക്. ചോദ്യം ബി, നാടൻ മാവിൽ മൽഗോവയുടെ കമ്പൊട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ഗുണമേന്മയുള്ള പുതിയ തൈ ലഭിക്കും. ഈ തൈക്ക് ഉൽപാദനം കൂടുതലും വേഗത്തിൽ വിളവെടുക്കാനും സാധിക്കും. ചോദ്യം സി, നാടൻ മാവിന്റെ കമ്പ് തന്നെ ഒട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. രണ്ടും ഒരേ സസ്യമായതിനാൽ അതേ ഗുണം, മാതൃസസ്യത്തിന്റെ അതേ ഗുണം തന്നെയായിരിക്കും ഇതിനും ലഭിക്കുന്നത്. ചോദ്യം 5, കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്തുക. ഓരോ മാർഗത്തിനും ഓരോ ഉദാഹരണം എഴുതൂ. ജൈവ കീടനിയന്ത്രണം, ഉദാഹരണം വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് പോലുള്ള പ്രാണികൾ വഴി. രണ്ടാമത്തേത് യാന്ത്രിക കീടനിയന്ത്രണം. ഇതിൽ നമുക്ക് കൈകൊണ്ട് പെറുക്കി മാറ്റിയോ അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള കെണികൾ ഉപയോഗിച്ചോ ഒക്കെ മാറ്റാം. ഇത്തരത്തിലൊരു ഉദാഹരണമാണ് ഫെറമോൺ കെണി എന്നുള്ളത്. മൂന്നാമത്തേത് കീടനാശിനികൾ. ഇത് തന്നെ 2 തരത്തിലുണ്ട്, രാസ കീടനാശിനികളും ജൈവ കീടനാശിനികളും. ജൈവ കീടനാശിനികൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുകയില കഷായം ഉദാഹരണം എഴുതി കൊടുക്കാം. രാസ കീടനാശിനിക്ക് വേണമെങ്കിൽ NPK പോലുള്ള മിക്സ്ചറുകൾ എഴുതി കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. എളുപ്പത്തിൽ പഠിച്ചു തീരാവുന്ന പാഠമാണ്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനായി വീണ്ടും കാണാം. താങ്ക്